ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു Q&A വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ Q&Aയുടെ സ്പെഷ്യൽ വേറെ ഒന്നുമല്ല. ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എൻ്റെ ഇൻസ്റ്റാ DM-ലായാലും എൻ്റെ ഏത് വീഡിയോ ഒരു യൂട്യൂബ് കമന്റ്സിലായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമൃതയിലാണോ പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത്, കോഴ്സ് എന്താണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ DM-ലും പിന്നെ എൻ്റെ കമന്റ് സെക്ഷനിലൊക്കെ. കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാനിങ്ങനെ പേഴ്സണലി മറുപടി പറഞ്ഞ് ഒരേ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് തന്നെ വന്നേക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഏത് കോഴ്സാണ് പഠിക്കുന്നതെന്നാണ്. ഞാൻ ഏത് കോഴ്സാണ് പഠിക്കുന്നതെന്ന് ഞാൻ നേരത്തെ ഇട്ട് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടി പറയാം. ഞാൻ പഠിച്ചത് BCA കോഴ്സാണ്, ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സാണ്. ഞാനിപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞു, എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് ഇപ്പോൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്. ഞാൻ ഹോസ്റ്റലിലല്ല. ഞാൻ ഹോസ്റ്റലിലായിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. ഞാൻ ഒരു സെമ്മ് മാത്രമേ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ പക്ഷെ ഹോസ്റ്റലല്ല, ഞാൻ അല്ലാതെ പുറത്ത് PG ഒരു അപ്പാർട്ട്മെന്റ് പോലെ എടുത്തിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് നിൽക്കുകയാണ്. അയ്യോ ഗൈസ്, ഒരു കാര്യം മറന്നു. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇതാണ് ഗൗരി. എൻ്റെ എല്ലാ വ്ളോഗിലും വരുന്ന ഒരാളാണ്. ഞാൻ അവളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, എൻ്റെ സോറി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് മാറിയത് എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് മാറാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മീൻസ് ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയുന്നതോ അങ്ങനെയൊന്നും അല്ല. എന്റേതായ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഒറ്റ സെമ്മേ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളൂ. ഞാൻ അവിടെ നിന്ന് മാറിയ കാരണം എനിക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാരണമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവർക്കും ഉള്ളൊരു ഇഷ്യൂ ആണല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നിട്ട് ആ ഒരു ഇതൊന്ന് പെട്ടെന്നൊരു ഹോം സിക്നെസ് പെട്ടെന്നൊരു ഹോസ്റ്റലിലോട്ട് വന്നപ്പോൾ എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളൊരു ഫ്രണ്ട്സ് ഒരു 10 പേരുണ്ടായിരുന്നു. അപ്പൊ 10 പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തന്നെ തീരുമാനിച്ചൊന്ന് ഹോസ്റ്റലിൽ നിന്ന് മാറാം എന്ന് കരുതി. അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ട് റീസൺ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ അടിപൊളിയാണ്. ഫുഡിന്റെ കാര്യം കൊണ്ടൊന്നും അല്ല കേട്ടോ മാറിയത്. ഫുഡൊക്കെ നല്ല ഫുഡാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കോളേജ് എങ്ങനെയുണ്ട്. കോളേജ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് നല്ല കോളേജാണ്. എനിക്ക് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്കൊരു +2 കഴിഞ്ഞപ്പോൾ എന്റെ മൈൻഡിലുണ്ടായിരുന്നു, എന്റെ കോളേജ് ലൈഫ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം. നമുക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ആയിട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് കോളേജ് എനിക്ക് അത്ര എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ എന്താണ്, ടു ബി ഹോണസ്റ്റ്, ഞാൻ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ മൂവി ഇല്ല, ആ സിനിമ കണ്ടിട്ട് അത്രയും അടിപൊളി ആയിരിക്കും എന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അമൃതയുടെ പ്രത്യേകത തന്നെ അതാണ്. അത് വേറെ ഒരു ക്യാമ്പസിലില്ല കേട്ടോ. ചില ക്യാമ്പസിൽ, എനിക്ക് കൊച്ചി ക്യാമ്പസിന്റെ കൊല്ലം ക്യാമ്പസിന്റെ കുറച്ച് നല്ലോണം അറിയാന്നുള്ളത്. കൊച്ചി ക്യാമ്പസിന്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ അധികം പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. പഠിക്കാനാണെങ്കിൽ വരാം, അങ്ങനെ എന്നുവെച്ചാൽ പഠിക്കുക, വരിക, വീട്ടിൽ പോവുക, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നവരാണ്. പിന്നെ അങ്ങനെ അടിച്ചുപൊളി ഈ പരിപാടി ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് കോളേജൊക്കെ എടുക്കുവാണെങ്കിൽ എന്താ, അവിടെ ഒരുപാട് പരിപാടികളുണ്ട്. യൂണിയൻ പരിപാടിയുണ്ട്, അവരുടെ കോളേജ് ഡേയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതാണ് എനിക്ക് അല്ലാതെ കോളേജിന് ഓൾ ടോട്ടൽ പറയുകയാണെങ്കിൽ നല്ല കോളേജാണ്. കാരണം നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അമൃത. അതിപ്പോ അമൃതയുടെ ഈ ക്യാമ്പസ് മാത്രമല്ല, എല്ലാ ക്യാമ്പസും അങ്ങനെ തന്നെയാണ്. പിന്നെ ടീച്ചേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ്, എൻ്റെ ഈ കോളേജ് ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ടീച്ചേഴ്സിനെ തന്നെയാണ്. ഞാൻ CS ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ BC ആയതുകൊണ്ട് തന്നെ അതൊരു IT റിലേറ്റഡ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ അത് CS ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ CS ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയാണ്. നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിപ്പോ നമ്മുടെ അക്കാഡമിക്സിന്റെ കാര്യങ്ങളായാലും അല്ലാതെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ലൈക്ക് അവരൊരു ടീച്ചേഴ്സിനെക്കാളും നമ്മളെ നല്ലൊരു ഫ്രണ്ട്ലി ബിഹേവ് ആണ് ചെയ്യുന്നത്, അല്ലേ? നല്ല രീതിക്ക് ഇപ്പൊ ഞങ്ങളുടെ കോർഡിനേറ്ററിനെ എടുത്തു പറയാനുള്ളത് സത്യം, ഞങ്ങളുടെ രമ്യ മിസ് തന്നെയാണ്. കഴിഞ്ഞ ഒരു 3-4 സെമ്മായിട്ട് മിസ് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചേഴ്സിൽ ഒരാളാണ് രമ്യ മിസ് എന്ന് പറയുന്നത്. പിന്നെ HODയുടെ കാര്യമൊക്കെ പറയുന്നത് അടിപൊളിയാണ്. എല്ലാവരും ലൈക്ക് ടീച്ചേഴ്സിനെ ഓരോരുത്തരെ എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് നമ്മളെന്താ, ഒന്നാമത് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു കാരണം, ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ മാറി വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് കോളേജിന്റെ അകത്തുള്ള എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ അക്കാഡമിക്സ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ലൈക്ക് അവർ നമ്മളെ ബാക്കി കോളേജിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ ബാക്കി കോളേജിൽ അങ്ങനെ പറയുന്നതല്ല.
ബാക്കി കോളേജിൽ വെച്ചാൽ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ വരാറ് പോലും ഇല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് വരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അതൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ പരിപാടിയുടെ കാര്യമാണ് ഞാനിപ്പോൾ കോളേജ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തന്നെ പറഞ്ഞത്. പരിപാടിയായിട്ടൊന്നുമില്ല. ഇപ്പം CS ഡിപ്പാർട്ട്മെന്റ് ഇപ്പം ഇവിടെ തന്നെ ഒരു എനിക്ക് 3-4 ഡിപ്പാർട്ട്മെന്റ് എന്തോ ഉണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഒരു CS ഡിപ്പാർട്ട്മെന്റ് ഒരു പരിപാടി നടക്കുവാണെങ്കിൽ അത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയത്തില്ല. പരിപാടി നടക്കുമ്പോഴായിരിക്കും ഇവർ അറിയുന്നത്. പിന്നെ അവരെ എങ്ങനെ കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാല് ഈ DJ ഇട്ട് തുള്ളുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ല. നമ്മുടെ കോളേജ് ലൈഫ് നമ്മൾ വിചാരിക്കുന്നു DJ അടിച്ച് പൊളിക്കാം, അതൊന്നും ഇല്ല. പഠിക്കാനാണെങ്കിൽ വരാം, അത്രേ ഉള്ളൂ. പരിപാടിയായിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ CS ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പരിപാടിയായിട്ട് ടെക് ഫെസ്റ്റ് വരാറുണ്ട്. അപ്പൊ ടെക് ഫെസ്റ്റിൽ നമുക്ക് ഇങ്ങനെ കൾച്ചറൽ പരിപാടിയൊക്കെ അവതരിപ്പിക്കാം, ബോയ്സിനായാലും ഗേൾസിനായാലും അവതരിപ്പിക്കാം. പിന്നെ ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഹോസ്റ്റലിലായിരുന്നു ഫസ്റ്റ് സെം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ PG പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് മാറിയത്. പിന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് ഞങ്ങളൊരു 5 പേര് ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പാർട്ട്മെന്റ് ആയിട്ട് എടുത്തിട്ട് നിൽക്കുന്നതാണ്. ഞാൻ നിൽക്കുന്നത് വന്നിട്ട് കോസി എന്നൊരു റെസിഡൻസിയിലാണ്. അമൃത ഹോസ്പിറ്റൽ, അമൃത മെഡിക്കൽ കോളേജിന്റെ കുറച്ചടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കോളേജിന്റെ അടുത്താണ്, രണ്ടിന്റെയും നടുക്കായിട്ടാണ് വരുന്നത്. അപ്പൊ അടുത്ത് BC എടുക്കാനുള്ള റീസൺ അത് മാത്രം എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിയത്തില്ല. ഞാൻ BC എടുത്ത് എന്തിനാന്ന് ലിറ്ററലി എനിക്ക് അറിയില്ല. കാരണം ഞാൻ 12th കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് എന്ന് വെച്ചാൽ വിത്തൗട്ട് മാത്സ് കൊമേഴ്സ് ആയിരുന്നു. എനിക്ക് അതിനകത്തൊരു ചെറിയ പോർഷൻ ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു സബ്ജക്ട് ഉണ്ടായി. അപ്പൊ എനിക്ക് ആ BCയിൽ ഉണ്ടായിരുന്ന കൊമേഴ്സിലുണ്ടായിരുന്ന അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ആ ഒരു കോഴ്സുകളിൽ ഒക്കെ എനിക്ക് കുറച്ചുകൂടെ പ്രിയം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മെയിനായിട്ട് ഞങ്ങൾ കൊറോണ ബാച്ച് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും പഠിക്കാണ്ടായിരുന്നില്ല. കുറെ ഫോക്കസ് പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാത്രം പഠിച്ച് എക്സാം എഴുതാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ ഇഷ്ടമായിരുന്നു. എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കോഡിങ് ഉണ്ട് അങ്ങനെയൊന്നും എനിക്ക് ഭയങ്കര ഡീപ്പായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആ സബ്ജക്ട് ഞാൻ +2 പഠിച്ചപ്പോൾ എനിക്ക് അത് കുറച്ച് ഇഷ്ടമായിരുന്നത് കൊണ്ട് എന്നാ വിചാരിച്ചു എന്നാ IT ഫീൽഡിലോട്ട് മാറാം, IT ഫീൽഡിലോട്ട് പോവാം. അതും പിന്നെ ഞാൻ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കരിയർ ബിൽഡ് ചെയ്യാൻ നല്ലത് IT ഫീൽഡാണ്. അത് പറഞ്ഞു കേട്ടുള്ളതല്ല കേട്ടോ, അത് സത്യമാണ്. കാരണം ഇനിയെല്ലാം ടെക്നോളജിയുടെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കരിയർ ബിൽഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ എന്തിനാ എടുത്തതെന്ന് എനിക്കറിയില്ല. BCA ഇന്റർവ്യൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഈ കോളേജിലോട്ട് ജോയിൻ ആവുന്ന ആ ടൈമിലുള്ള ഇന്റർവ്യൂവിനെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇന്റർവ്യൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവര് ചോദിക്കുന്നത് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും ചെറുതായിട്ട്. പിന്നെ നമ്മളെങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്നും അറിയത്തില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ ഹമ്പിളായിട്ട് തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോ ഇഷ്യൂസ്, അവർക്ക് ഒരു പ്രശ്നം ഇല്ല അതിന്. പിന്നെ എന്നോട് ചോദിച്ചത് ഞാൻ കൊമേഴ്സ്, ഞാൻ പറഞ്ഞില്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു കുഞ്ഞു പോർഷൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് റിലേറ്റഡ് ഈ വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ കുഞ്ഞു ക്വസ്റ്റ്യൻസ്, ഒരു കൂടിപ്പോ 5-6 ക്വസ്റ്റ്യൻസ് അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇവൾ ആക്ച്വലി ബയോമാത്സ് ഫീൽഡിൽ നിന്നായിരുന്നു വന്നത്. അപ്പൊ അവളോട് ചോദിച്ചെന്ന് വെച്ചാല് മാത്സിന്റെ സെറ്റ് ഇല്ലേ, ഫസ്റ്റ് യൂണിറ്റ്, അതല്ലേ? സെറ്റ് യൂണിയൻ, അതെ, സെറ്റ് യൂണിയൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതെ, OS ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണല്ലോ. 10th നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ചോദിച്ചത്. പിന്നെ എന്റെ ഇന്റർവ്യൂല് തന്നെ എന്നോട് ചോദിക്കുമായിരുന്നു ഹോസ്റ്റൽ വേണോ, അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. പിന്നെ പ്ലേസ്മെന്റ്സ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്ലേസ്മെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പ്ലേസ്മെന്റ്സ് ഉണ്ട്. കാരണം അവർ നമുക്ക് ഇപ്പൊ ചില വീഡിയോസിലും ചിലര് പറഞ്ഞ് ഞാൻ കേട്ടുള്ള കാര്യമാണ്, ഞാനിവിടെ അമൃതയിൽ BCA പഠിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി ചുമ്മാ ഇരിക്കുക, എനിക്ക് ആരും പ്ലേസ്മെന്റ് ഒന്നും തന്നിട്ടില്ല എന്നുള്ളത്. കോളേജ് ജോലി തരും എന്ന് ആരോടും പറഞ്ഞിട്ടില്ല, പ്ലേസ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഒരുപാട് ഞാനിപ്പോ എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ഇപ്പോഴും ഈ മെയിലൊക്കെ വരുന്നുണ്ട്. ഈ കോളേജിന്റെ പ്ലേസ്മെന്റ്സ്, ഓരോ കമ്പനീസിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള മെയിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചേക്കും നമ്മൾ പ്ലേസ്ഡ് ആവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതൊക്കെ തന്നെയാണ് പ്ലേസ്മെന്റ് കാര്യം പറയുന്നത്. നല്ല രീതിക്ക് തന്നെ പ്ലേസ്മെന്റ് ഉണ്ട്. അതൊരിക്കലും ഒരു മിത്തോ കാര്യങ്ങളോ ഒന്നും അല്ല. അത് അവര് നമുക്ക് നല്ല രീതിക്ക് അതിനുള്ള പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും അതിനനുസരിച്ചിരിക്കും നമുക്കത് പ്ലേസ്മെന്റ് കിട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ബങ്ക് ചെയ്യാൻ പറ്റുമോന്ന്. ബങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ക്ലാസ് കട്ട് ചെയ്ത് നടക്കാൻ പറ്റുമോന്ന്.
അത് നടക്കാൻ പറ്റത്തില്ല. നടക്കാൻ പറ്റുന്ന വെച്ചാൽ പോവാം, പക്ഷെ അറ്റൻഡൻസ് പോവും. ഇപ്പൊ അവിടുത്തെ ഒരു ഷെഡ്യൂൾ ഞാൻ പറയാം. ഇപ്പൊ 9 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 9 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ചയ്ക്ക് അല്ലേ ഫസ്റ്റ് ബ്രേക്ക് ഒക്കെ ഉണ്ടായി. ഫസ്റ്റ് ബ്രേക്കിനൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ബാക്കി കോളേജിലൊക്കെ അതൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ അമൃതയിൽ നടക്കത്തില്ല. കാരണം അങ്ങനെയുള്ള ഒരു പരിപാടിയും നടക്കില്ല ഇവിടെ. പിന്നെ ലഞ്ച് ബ്രേക്കിന് പുറത്തു പോവാം. പിന്നെ ഈ ബങ്ക് ചെയ്യണം എന്ന് അത്ര നിർബന്ധമുള്ളവർക്ക് ഈ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വീട്ടിൽ പോവാം. അത് പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം അറ്റൻഡൻസ് പോകും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതാണ് ഒരിത്. പിന്നെ വൈകിട്ട് 4:30 കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ബാക്കി കോളേജിലും നടക്കുന്ന പോലത്തെ ഈ ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, അതൊന്നും നടക്കത്തില്ല. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ 8ന്റെ പണിയായിരിക്കും കിട്ടാൻ പോണേ. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഫീസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫീസ് ഞാൻ നോർമൽ BCA ആണ്. ഞാൻ ഇന്റഗ്രേറ്റഡ് MC ആയിരുന്നു. പിന്നെ ഞാനിപ്പോ BC ആയിട്ട് ഞാൻ നിർത്തിയതാണ്. ഫീസ് വന്നിട്ട് 44,700 ആയിരുന്നു ഞാൻ കയറിയപ്പോ തൊട്ട്. എനിക്ക് ലാസ്റ്റ് 6th സെം വരെയും 44,700 ആണ് ട്യൂഷൻ ഫീസ് വരുന്നത്. പിന്നെ ഹോസ്റ്റൽ ഫീസ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഞാൻ ഒരു സെമ്മേ അടച്ചിട്ടുള്ളൂ. ലൈക്ക് എനിക്ക് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നു 36 37 സംതിങ് അങ്ങനെ എന്തോ. ഈ 30 ആ ഒരു റേഞ്ചിന്റെ അകത്ത് വരുന്നതായിരുന്നു. 40-ക്കകത്ത് അതായിരുന്നു ഹോസ്റ്റൽ ഫീസ് വരുന്നത്. പിന്നെ എക്സാംസിന്റെ കാര്യം എനിക്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് കാരണം നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഞാനും ഇപ്പോഴും കേൾക്കുന്നുണ്ട്. കാരണം ഈ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ പറഞ്ഞാല് എക്സാംസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടഫാണ്. ടഫ് എന്ന് വെച്ചാല് ഇപ്പൊ പഠിപ്പിക്കുന്നത് ഒരാളായിരിക്കും, ക്വസ്റ്റ്യൻ ഇടുന്ന വേറെ ജില്ലക്കാരായിരിക്കും, ഇവർ എഴുതുന്ന പേപ്പർ പോകുന്ന വേറെ ഏതെങ്കിലും ജില്ലയിലായിരിക്കും. അപ്പൊ ആ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് ടഫാണ്. പക്ഷെ അത് വെച്ച് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു കരിക്കുലം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും അമൃത യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡിംഗ് സിസ്റ്റം ലിറ്ററലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ്ലി എന്നോട് ഈ കോളേജിന്റെ എന്തായിരിക്കും ഈ കൂടുതൽ ഇഷ്ടം എന്ന രീതിക്ക് ചോദിച്ചാൽ എനിക്ക് ഇവിടുത്തെ മാർക്കിംഗ് സിസ്റ്റം ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ നല്ല രീതിക്ക് ഇഷ്ടമാണ്. കാര്യം എന്താ വെച്ചാല് ഇപ്പൊ ഇവര് തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്, അതേ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്, അവര് തന്നെ ആയിരിക്കും തിരുത്തുന്നത്. ഇപ്പൊ ഈവൻ സെം എക്സാം ആയാൽ പോലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരോട് തന്നെ പോയി ചോദിക്കാം. മറ്റേ ഇപ്പൊ ബാക്കി കോളേജിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി നമുക്ക് ആരോട് ചോദിക്കണം നമുക്ക് അറിയത്തില്ല. കാരണം അത് തിരുത്തിയത് ആരാന്ന് നമുക്കറിയില്ല, ഈ പേപ്പർ ഏത് ജില്ലയിലോട്ടാ പോയത് പോലും നമുക്കറിയത്തില്ല. അപ്പൊ ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാം ഇവിടുത്തെ മാർക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ആണോ PG ആണോ വേർത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫീസിന്റെ കാര്യമായിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ PG തന്നെയാണ്. കാരണം എന്താ വെച്ചാല് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ 4 മാസത്തേക്കാണ് 36 or 37 ആ ഒരു റേഞ്ച് വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അപ്പൊ അവിടെ പെർ മന്ത് 9,000 സംതിങ് ആണ് വരുന്നത്. 4 months എന്ന് പറയുമ്പോൾ 9,000 ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ. അത് വെച്ച് നോക്കുമ്പോഴേക്കും ഇവിടെയുള്ള PGസിലൊക്കെ എന്ന് പറയുമ്പോൾ 6,500 ഫുഡും അക്കോമഡേഷനും കൂടെ അവൈലബിൾ ആയതുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഫുഡില്ല, അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അല്ലാതെ ഫുഡ് വേറെ പുറത്തുനിന്ന് ഒരു മെസ്സിൽ നിന്ന് പാക്കേജ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു 3,600 ആണ് റെന്റ് വരുന്നത്. ബാക്കി ഫുഡ് ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഹോസ്റ്റലിനെക്കാളും വെർത്ത് PG തന്നെയാണ്. പിന്നെ ഫോൺ യൂസ് ആക്കാൻ പറ്റുമോ? ഹോസ്റ്റലിലായാലും ഓക്കെ. ഹോസ്റ്റലില് ഫോൺ യൂസിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ലൈക്ക് ഹോസ്റ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചാൽ പുറത്ത് വിടത്തില്ല. അതൊക്കെ ശരിയാണ്. പുറത്ത് വിടണമെങ്കിൽ ഇപ്പൊ നമ്മള് സോറി കേട്ടോ, ഞാൻ നേരത്തെ ഹോസ്റ്റലിനെ പറ്റിയുള്ള കാര്യം ചോദിച്ചപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പം ഹോസ്റ്റലിന്റെ കാര്യം പറയുവാണെങ്കിൽ ഹോസ്റ്റൽ ഇപ്പൊ ഒരു സാറ്റർഡേ സൺഡേസ് നമ്മൾ പുറത്തു പോവാണെങ്കിൽ നമ്മൾ എപ്പോൾ പുറത്തിറങ്ങിയാലും തിരിച്ചു കയറിയാലും പഞ്ചിനും പഞ്ചൗട്ടും ചെയ്യണം. ഈ പഞ്ചിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് മെസ്സേജ് പോകും കുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. പഞ്ചൗട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ മെസ്സേജ് പോകും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. തിരിച്ചു കയറുമ്പോഴേക്കും അതേപോലെ പഞ്ചിൻ ചെയ്യുമ്പോഴേക്കും വീട്ടുകാർക്ക് വീണ്ടും മെസ്സേജ് പോകും കുട്ടി തിരിച്ചു കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ വീട്ടിലറിയും. പിന്നെ ഹോസ്റ്റലിൽ വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ഫോൺ എത്ര മണിവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ലൈക്ക് അവിടെ കൂടുതൽ ഇങ്ങനെ കമ്പൽ ചെയ്യുന്നത് പ്രയറിന് പോകണം. പ്രയറിന് പോയില്ലെങ്കിൽ നല്ല സീനാവും. രാവിലെയും വൈകിട്ടും. രാവിലെ എനിക്ക് തോന്നുന്നു രാവിലെ 7 മണിക്കാണ്. രാവിലെ 7 മണിക്കൊരു പ്രയർ ഉണ്ട്. വൈകിട്ട് നമ്മൾ കോളേജ് കഴിഞ്ഞ് വന്ന് 6 മണി to 7 വരെ വേറൊരു പ്രയർ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് അറ്റൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നല്ല സീനാവും. അതാണ്. ഫോൺ യൂസ് ആക്കാൻ വേറെ സീനൊന്നുമില്ല കേട്ടോ. അടുത്ത് ഞാൻ നിൽക്കുന്നതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഞാനിപ്പോ നിൽക്കുന്നത് കോസി ഇന്നര റെസിഡൻസിയിലാണ്. പറഞ്ഞല്ലോ നേരത്തെ അത്.
വെജ് അലൗഡ് ആണോ? വെജ് ഇല്ല, കോളേജിന്റെ അകത്ത് വെജ് അലൗഡ് അല്ല. വെജ് ഫുഡ് നോൺ വെജ് അലൗഡ് അല്ല. സോറി ഗൈസ്, കോളേജിന്റെ അകത്ത് നോൺ വെജ് അലൗഡ് അല്ല. നോൺ വെജ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതൊന്ന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ കോളേജിന്റെ അകത്ത് ഒരു അമ്പലമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ നോൺ വെജ് അലൗഡ് അല്ലാത്തത്. അവിടുത്തെ മെസ്സിലായാലും നോൺ വെജ് ഫുഡൊന്നും ഇല്ല. ഇവിടെ നിന്ന് പുറത്തുനിന്നായാലും ഫുഡൊന്നും അകത്ത് കയറ്റത്തില്ല. സോ നോൺ വെജ് അലൗഡ് അല്ല. അപ്പൊ അതും കൂടെ കൊണ്ടാണ് എന്താ ഞാൻ പറഞ്ഞത് വർത്ത് അല്ല എന്നുള്ളത്. നമ്മുടെ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഒന്നിച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർത്ത് അല്ല. നോൺ വെജും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ കോളേജിലെ ബെസ്റ്റ് മെമ്മറബിൾ മൊമെന്റ്, ഐവി. ഞങ്ങളുടെ ഐവി അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കോളേജിലെ ഐവി എന്ന് പറയുന്നത് ലിറ്ററലി എനിക്ക് ഈ 3 വർഷത്തിലും എന്റെ മനസ്സിൽ കോളേജിനെ പറ്റി പറയാൻ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയുന്നത് എന്റെ ഐവിക്ക് പോയ ആ ഒരു 4 ദിവസം ഞാനത് ഫുള്ള് പറയാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പൊ അതെനിക്കല്ല, എന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും പെട്ടെന്നൊരു ബെസ്റ്റ് മൊമെന്റ് പറയാൻ പറഞ്ഞാൽ എല്ലാവരും ഐവി ആയിരിക്കും പറയുന്നത്. കാരണം ഞങ്ങളുടെ ഐവി അടിപൊളിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്ന സ്റ്റാഫും 2 പേരുണ്ടായിരുന്നു. ഒന്ന് അർജുൻ സാറും ഒന്ന് രമ്യ മെസ്സും ആയിരുന്നു. അപ്പൊ ഈ 2 സ്റ്റാഫും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങള് പിന്നെ ആ ഐവി പോയതൊരു വലിയ ചരിത്രമാണ്. ഞങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു ഐവിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് ആ ഐവിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പൊ എനിക്ക് എന്റെ കോളേജിലെ മെമ്മറബിൾ മൊമെന്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഐവിയെ പറയത്തുള്ളൂ. അപ്പൊ വാട്ട് യു മിസ് ഇൻ കോളേജ്? എന്റെ കോളേജ് ലൈഫ് ഇപ്പൊ ഞാൻ ഇത് 2 ദിവസമായിട്ടുള്ള എന്റെ എക്സാംസ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ എങ്ങനെ മിസ് ചെയ്യാൻ ചോദിച്ചാല് ഫ്രണ്ട്സിനെ തന്നെ ആയിരിക്കും. നമ്മൾ എല്ലാവർക്കും എന്താ നമ്മുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സർട്ടൺ പീരീഡ് അല്ലേ ഇത്. അപ്പൊ ആ ഒരു സമയത്തില് നമ്മളെന്താ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ കോളേജിൽ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സർക്കിൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എന്റെ കോളേജിൽ എന്റെ ഫ്രണ്ട്സ്, എന്റെ ക്ലാസ്സിൽ 49 പേരിൽ 49 പേരെയും ഞാൻ മിസ് ചെയ്യും. എനിക്ക് അത്രയും ഇഷ്ടമാണ് എന്റെ ഫ്രണ്ട്സിനെ എല്ലാരെയും, പിന്നെ ഇവിടെ കൂടെ നിൽക്കുന്നവരെല്ലാരെയും ഞാൻ ലിറ്ററലി ഞാൻ എല്ലാവരെയും മിസ് ചെയ്യും. ടീച്ചേഴ്സിനെ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും. കോളേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചേച്ചിയുടെ ക്ലാസ് എന്താ ഗേൾസ് ഓൺലി ആണോ എന്ന്. ഗേൾസ് ഓൺലി അല്ല ആക്ച്വലി. ഞങ്ങളുടെ അതായത് ഇന്റൻസി എന്ന കോഴ്സിന്റെ അകത്ത് ടോട്ടൽ എനിക്ക് തോന്നുന്നു 100 എത്രയോ പേരുണ്ടായിരുന്നു, ബോയ്സും ഗേൾസും കൂടെ. അപ്പൊ ഈക്വലി ലൈക്ക് ബോയ്സിനും 49 ഉണ്ടായിരുന്നു, ഗേൾസിനും ഓൾമോസ്റ്റ് ഈക്വലി എല്ലാവർക്കും 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ രീതിക്ക് തന്നെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിനെ 2 ബാച്ച് ആക്കിയത്, ബോയ്സ് ബാച്ചും ഗേൾസ് ബാച്ചും ആയിട്ട്. പക്ഷെ ഞങ്ങൾ 2 ക്ലാസ്സിലാണെന്നേ ഉള്ളൂ. പക്ഷെ എന്താ എല്ലാവരും ഒറ്റ ക്ലാസ് പോലെ തന്നെയാണ്. ഇപ്പൊ ഇന്റൻസി എ ബാച്ചും ഫോർ ഗേൾസും മറ്റത് ബി ബാച്ചും ഫോർ ബോയ്സും ആക്കിയതാണ്. അല്ലാതെ ഗേൾസ് ഓൺലി ബാച്ച് ഒന്നും അല്ല. ബോയ്സിനും ഗേൾസിനും എന്താ ഉണ്ട്. യെസ്, ഓക്കെ. അപ്പൊ അത്രയാണ് ഞാനിപ്പോ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നോട് ഈ ഒരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ടാണ് എനിക്ക് കുറെ DM ഒക്കെ ഞാൻ കുറെ പേര് ഞാൻ ഒരേ കാര്യം തന്നെ ഓരോരുത്തരടുത്തും പോയി പറയുന്നവരിതായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാ DM വരാന്നുള്ളതാണ്, ലിങ്ക് ബയോയിലുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.